ഇന്നത്തെ കുട്ടികൾക്ക് സാധാരണയായി കാണുന്നതാണ് മൊബൈൽ ഫോണും ടിവിയിലേക്കുമുള്ള അഡിക്ഷൻ. അത് കാരണം കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലെ അളവ് കുറയുകയും കുട്ടികൾ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നതായിട്ടും കാണാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴായാലും നമ്മൾ ബിസി ആകുമ്പോഴും നമ്മൾ ആ കുട്ടിക്ക് കളിക്കാനായിട്ട് അല്ലെങ്കിൽ സമയം പോകാനായിട്ട് ടി വി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വെച്ച് പോകുമ്പോൾ ആ കുട്ടിയുടെ തോട്ട് ഡിസ്ട്രാക്ഷനാണ് വരുന്നത്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണ്ട് ഭക്ഷണം കഴിക്കുന്ന അതിൽ ഫോക്കസ് ചെയ്യാതെ പല തരത്തിൽ ആ കുട്ടിയുടെ മൈൻഡ് സ്കാറ്റേഡ് ആവുകയും അതുമൂലം കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധയില്ലാതെയാവും. ഇങ്ങനെ വരുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുക മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹനത്തെ കൂടി ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. പല സ്കൂളുകളും 7 മണി അല്ലെങ്കിൽ 7:30 മണിക്കൂടെ കുട്ടികൾക്ക് സ്കൂളിൽ പറഞ്ഞു വിടേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ കുട്ടികൾക്ക് ദിവസം രാവിലെ എണീറ്റ ഉടനെ ബ്രഷ് തേച്ച് ഉടനെ ഒരു 5 മിനിറ്റ്സ് or 10 മിനിറ്റ്സ് ബാത്റൂമിൽ മലം പോകാൻ തോന്നുകയാണെങ്കിലും അല്ലെങ്കിലും ഒരു 5 മിനിറ്റ്സ് ബാത്റൂം പോയി ഇരിക്കുക എന്നുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അടുത്തതായിട്ടുള്ളതാണ് മരുന്നുകൾ. കുട്ടികൾക്ക് സാധാരണമായി കൊടുക്കുന്ന ലാക്സേറ്റീവ് എന്ന മരുന്നുകളാണ് കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികൾക്ക് സാധാരണ ട്രീറ്റ്മെൻറ്റായിട്ട് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഈ മരുന്നുകൾ കുറഞ്ഞത് 6 മാസമെങ്കിലും കഴിച്ചിരിക്കണം അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ ശരീരത്തിൽ കാണണമെങ്കിൽ. എന്നാൽ പലപ്പോഴും നമ്മൾ എന്താ കാണുന്നത്, 2-3 ആഴ്ച കഴിച്ച ശേഷം മലം നോർമലായതിനു ശേഷം മാതാപിതാക്കൾ അതിൻ്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് ആലോചിച്ച് ആ മരുന്ന് നിർത്തുന്നതായിട്ട് കാണാം. എന്നാൽ ഈ മരുന്ന് 6 മന്ത്സ് അറ്റ്ലീസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മാത്രമാണ് അതിൻ്റെ എഫക്റ്റ് കാണുകയുള്ളൂ. ഈ മരുന്നുകൾക്കൊന്നും വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അത് അബ്സോർപ്ഷൻ ഒന്നും ഇല്ലാതെ മലത്തിൽ കൂടെ തന്നെ എക്സ്ക്രീറ്റ് ആവുന്ന മരുന്നുകളാണ് ഇപ്പോൾ ഉള്ളത്.